നമ്മളെ പണിയതാണ്. നമ്മളെ വിളിക്കുന്നത് ഹൈദരലി തങ്ങളെ കൊണ്ടുപോകുന്നത് അതിനാണ്. ഫയർഫോഴ്സിന്റെ പണിയാണ്. പിണറായിയുടെ നാട്ടിൽ ഒരു ചെങ്കൊടിയുടെ തൊട്ടു അടുത്ത് ഒരു പച്ചക്കൊടി പാറാൻ ഒരുപാട് പ്രയാസമുണ്ട്. എന്നാൽ ഹൈദരലി തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ CPIM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് പ്രവർത്തിക്കാം, ചെങ്കൊടി പാറാം, അവിടെ കുഴപ്പമില്ല. കണ്ടോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളമായ കണ്ണൂരിന്റെ മണ്ണിൽ PDP-കാരന് ബൂത്ത് ഏജന്റ് ആവാൻ കഴിയില്ല, സുഡാപ്പിക്കാരന് ബൂത്ത് ഏജന്റ് ആവാൻ കഴിയില്ല. പഠിക്കണം. അവിടെ CPI-ക്ക് പോലും രക്ഷയില്ലാത്ത മാടായി മാറ്റൂൽ വളപട്ടണം. എനിക്കറിയാം, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോലും രക്ഷയില്ല. അതുകൊണ്ടാണല്ലോ പട്ടിക നീണ്ടതാണ്. BJP-യുടെ KT ജയകൃഷ്ണൻ മാഷ വെറുതെ വിട്ടിട്ടില്ല. MSF-ന്റെ ഷുക്കൂറിനെ വിട്ടില്ല, ലീഗിന്റെ ഷാദുലിയെ വിട്ടില്ല, കോൺഗ്രസിന്റെ ജബ്ബാറിനെ വിട്ടില്ല, NDF-ന്റെ ഫസലിനെ വിട്ടില്ല, അതുപോലെ CPI-യുടെ കുഞ്ഞൻ ബാവയെ വിട്ടില്ല. ആരെയാണ് ഇവരുടെ അന്ധമായ രാഷ്ട്രീയ കുടിപ്പകയുടെ വാൾമുനയേറ്റ് ഞെട്ടറ്റ് വീഴാത്തവർ കേരളത്തിലാരാ? ലീഗിന്റെ മേഖലയിൽ എതിരാളിക്ക് പോലും വളക്കൂറുള്ള മണ്ണാണ്. ആർക്കും പ്രവർത്തിക്കാം. എന്നാലോ ഒരു ദുരിതം വരുന്ന നേരത്തെ ലീഗിനെ സമീപിച്ചാൽ ലീഗ് ഇത് മറക്കും. അതാ ഞങ്ങളെ വിശാല മനസ്കത. ഞങ്ങളെ പൊന്നാനി ഒരു ബാലികേറാ മലയായിരിക്കുമ്പോ അബ്ദുൽ നാസർ മഅദനി പകലിലും ചാനലിലൂടെ തന്റെ ഭാര്യ സൂഫിയ മഅദനി ജോൺ ബ്രിട്ടാസിന്റെ മുമ്പിൽ വന്നുകൊണ്ട് രാത്രിയിലും ഇവിടെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് കോടിയുടെ ഒരു വോട്ട് കുറക്കാൻ ശ്രമിച്ചിട്ട് ഞങ്ങളത് മറന്നു. അദ്ദേഹം ഒരു കഷ്ടപ്പാടിൽ വന്നപ്പോ. അതുകൊണ്ടാണ് സലാഹുദ്ദീൻ അയ്യൂബിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ ഉമർ മുഖ്താറും ഹൈദരലി തങ്ങളെ ഒന്ന് കണ്ടു പറയുന്നത്. എന്താ കാര്യം? അതാണ് കാര്യം. ഒരത്താണിയില്ലാതെ കഷ്ടപ്പെടുന്ന അബ്ദുൽ നാസർ മഅദനിയുടെ അടുത്തേക്ക് ഒരത്താണിയില്ലാതെ വിഷമിക്കുമ്പോ രണ്ടത്താണി അബ്ദുറഹിമാനെയും ഒരു ET മുഹമ്മദ് ബഷീറിനെയും പറഞ്ഞയച്ച പാർട്ടിയാണ് നമ്മളെ പാർട്ടി. വിശാല മനസ്കതയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ. മഹാനായ CS-നെ ആസിഡ് ബൾബെറിഞ്ഞ ഗംഗാധരമാരാർക്ക് മാപ്പ് കൊടുത്ത പാർട്ടിയാണിത്. ചില്ലറ വിഷയത്തിന്റെ പേരിൽ സീറ്റൊപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കല്. എവിടെയാണോ കുഴപ്പം ഫയർഫോഴ്സിന്റെ പണി, എവിടെയാണോ അവിടെ വന്ന ആംബുലൻസിന്റെ ഡ്യൂട്ടി, അതാ നമ്മൾ നിർവഹിച്ചു പോരുന്നത്. അത് തന്നെയാണ് അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയും RSS-ഉം കൊണ്ടും കൊടുത്തും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവസാനം ഒരു അറുതി അതിന് വന്നത് അഹമ്മദ് സാഹിബിന്റെ മസ്ലഹത്തിന്റെ പവറിലാണ്. പഴയ ദേശാഭിമാനി പരതിയാൽ കാണാം. ഈ അഹമ്മദ് സാഹിബിന്റെ മസ്ലഹത്തിലാണ് അവിടെ യോഗം നടക്കുന്നത്. ഞാൻ ലീഗിന്റെ അധ്യക്ഷൻ എന്ന നിലയിലല്ല, കണ്ണൂർ സ്വദേശി എന്ന നിലയിൽ പറയട്ടെ, കണ്ണൂരിന്റെ കണ്ണീരൊന്ന് മാറ്റണ്ടേ. അഹമ്മദ് സാഹിബിന്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാ അവിടെ അന്തസ്സായിട്ട് അമ്പി ഇറങ്ങിയത്. മാണ്ടല്ലപ്പോ ഉപരോധ സമരം നടന്നല്ലോ. എങ്ങനെ തീർന്നത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. തുടങ്ങിയവർക്ക് അതെങ്ങനെയാ തുടങ്ങിയെന്ന് പിടുത്തില്ല, എവിടെ കൊണ്ടുപോയിട്ട് അത് വെക്കണ്ടെന്ന് പിടുത്തില്ല. ആ സമയത്ത് ഇങ്ങനെ ഗതിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഇത് അവസാനിപ്പിക്കേണ്ടവരാണെങ്കിൽ അത് എങ്ങനെ അവസാനിപ്പിക്കുന്നുള്ളതും പിടുത്തില്ല. കേന്ദ്രസേന ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കേന്ദ്രസേനയ്ക്ക് പിന്നെ ഈ നോട്ടൊന്നുമില്ല. അത് കുഞ്ഞാപ്പിയും ഉമ്മൻചാണ്ടിയും VS-ഉം കണക്കാണ്. തരാണ്ട് പോയാൽ കൊള്ളന്നെ, വേറെ മാർഗമില്ല. അത് കേന്ദ്രസേനയാണ്. അവരൊരു ഭാഗത്തവിടെ വന്നു. 3-4 ചെറിയ വിദ്യ. എന്താ ഇതിന്റെ പേര്? മുല്ലപ്പൂ വിപ്ലവം. പടച്ചോനെ, അത് ഈജിപ്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? മയ്യത്തുകൾ ഇങ്ങനെ ഏറ്റിപ്പോണ നാട് കാണുകയാണ് നമ്മൾ ഈജിപ്തിൽ. ആ മുല്ലപ്പൂ വിപ്ലവം നടത്തുന്നവരാരാന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ ജയകൃഷ്ണനെയും ഷാദുലിനെയും ഷുക്കൂറിനെയും ജബ്ബാറിനെയും കുഞ്ഞൻ ബാവാനെയൊക്കെ യാത്ര അയച്ചവരാണ് മുല്ലപ്പൂ വിപ്ലവമായിട്ട് വരുന്നത്. എങ്ങനെ ഉണ്ടാവും? മാത്രല്ല, പോയിരുന്നവരൊന്നും മോശക്കാരല്ല. എല്ലാ ക്രിമിനലുകളും രാജ്യത്ത് വലിയ കുഴപ്പത്തിലുള്ളവരും പ്രതികളും ഒരു നേരം ജയരാജൻ കുറച്ചായിട്ടാണ്ടൊന്നും പോക്കില്ല. ആ കോടതിയിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായതിന്റെ ശേഷം സാധു കുറച്ച് റെസ്റ്റിലാണ്. മൂപ്പര് പോയി എന്ന് കേട്ടപ്പോ റിപ്പർ ജയാനന്ദൻ പറഞ്ഞ് ഞാനായിട്ട് ഇവിടെ ഇരിക്കണോ? മൂപ്പര് ജയിലിൽ അടി. മൂപ്പരും അതിന്റെ നടുവിൽ പോയി കുത്തരുന്ന അവൻ ആദ്യം അവന്റെ പെറ്റ തള്ളനല്ല കാണാൻ പോയത്, ഈ സദസ്സുക്കാ പോയത്. എന്നിട്ടോ ഇവർക്കെല്ലാം ഭക്ഷണ സാധനങ്ങൾ പോണവർക്കൊക്കെ 1500 രൂപ. അപ്പൊ ഇങ്ങനെ ഈച്ചക്ക് പീടിയച്ചിരിക്കണവര്, ഉപ്പുമഞ്ചം ഇരിക്കണവര്, തൈലം നിൽക്കണോടത്ത് ചെറിയിൽ നോക്കിക്കണവരോടൊക്കെ പറഞ്ഞ് 1500 രൂപ ഇട്ടാണെങ്കിൽ എനിക്കും പോയിക്കൂടെ. എല്ലാവരും വണ്ടി കയറിയുള്ള പുല്ലുവായി കൊടുത്തിട്ട് അവിടെ ചെന്ന് സാധുക്കൾ എല്ലാവരും അതിലാണ്ട് അണിനിരന്ന് ഭക്ഷണം കെങ്കേമമായി വിളമ്പി. ചാനലുകാർ എന്ത് മഹിമയിലാ കാണിച്ചത്? അവർ പറഞ്ഞു വലിയ പപ്പടമുണ്ട്,
ഇവര് ആർത്തിയോടുകൂടി തിന്നാണ്. കാരണം അങ്ങനത്തെ സൈസാ വന്നിട്ടുള്ളത്. ആർത്തിയോടുകൂടി തിന്നുന്നു. വലിയ പപ്പടമുണ്ട്, അച്ചാറുണ്ട്, എലിശ്ശേരിണ്ട്, പുളിശ്ശേരിണ്ട്, അതുപോലെ സാമ്പാറുണ്ട്, രസമുണ്ട്. ക്യാമറമാൻ നികേഷിനോടൊപ്പം അടുപ്പിന്റെ അണിയുന്നു സുരേഷ്. ലൈവായിട്ട് സംഭവം ഇങ്ങനെ കൊടുത്ത് എല്ലാം കേട്ടുവരിങ്ങനെ ആനന്ദലബ്ധി. അതെല്ലാം നിങ്ങൾ കാണിക്കേണ്ടിയിരുന്നത്. ആ സമരം കഴിഞ്ഞിട്ട് എവിടേക്കാ പോയത്? ഉമ്മൻചാണ്ടി രാജിവെച്ചേ ഞങ്ങൾ തിരിച്ചു പോകുന്നാ പറഞ്ഞത്. വന്നിരുന്നു കുഞ്ഞാപ്പ. അന്ന് പോണത് എവിടുന്നാന്നറിയ നിങ്ങൾക്ക്? കുഞ്ഞാപ്പാനെ CMO വിളിച്ചു എന്ന് കേട്ടു. എന്താ കാര്യം? ഈ കോട്ടക്കലിൽ നമ്മുടെ ഖത്തർ KMCCയുടെ ബൈത്തുർ റഹ്മാൻ ചടങ്ങ് നടക്കുന്ന ദിവസമാണ്. കുഞ്ഞാപ്പ പോയി. ആരാന്ന് ഞാൻ പറയണില്ല. ചെറിയ ബുദ്ധി പ്രയോഗിച്ചു. ഒന്ന് ബാറുകളൊക്കെ ഒന്നാണ്ട് അടച്ചു കൂട്ടിയാൽ തരക്കടില്ല. ഒന്ന് അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ സാധനം കഴിഞ്ഞ് തരിപ്പാണ്ട് കൂടി പ്രാന്താണ്ട് മൂത്ത്. നമ്പർ 1 ഒന്നവിടെ. രണ്ടെന്ത് ചെയ്തു എന്നറിയാം? എല്ലാ ലോഡ്ജിലും കയറിയിട്ട് പറഞ്ഞു എല്ലാ ടോയ്ലറ്റുകളും നടക്കണം കുറച്ച് ദിവസത്തിന്. ഇവിടെ പലരും വന്നിട്ടുണ്ട്. ആരെങ്കിലും ഇവിടെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വിവരം അറിയും. ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തൊന്നും വിവരം പറഞ്ഞു തൽക്കാലം. അപ്പൊ എല്ലാവരും ലോഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി. സെക്രട്ടേറിയറ്റിന് ഒരു അവധി കൊണ്ട് പ്രഖ്യാപിച്ചു. സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ച പിന്നെ അവിടെ ഇരുന്ന് ജാഥ പിടിച്ചിട്ട് എന്താ കാര്യം? ആളില്ലാത്ത പോസ്റ്റിൽ കാലാ ഗോളടിക്കുക. ആ ഇരുത്ത് അവിടെ ഇരുന്ന് 2 ദിവസം. എന്തിനു മുദ്രാവാക്യം വിളിക്കണം? കിട്ടിയ പാട്ടും കഴിഞ്ഞ് പുതിയ പാട്ട് എഴുതാനുള്ളത് എഴുതാനില്ലാതായി ആകെ സ്വീപ്പിന്റെ കൊടി. ഈ സമയത്ത് ഈ സാധുക്കൾ എന്ത് ചെയ്യുന്ന ആലോചനപ്പെടുത്തില്ല. 3-4 നേരം ഭക്ഷണമൊക്കെ ഗംഗേമായിട്ട് കഴിച്ചതിന് ശേഷം പിന്നെയാണ് അവന്റെ ആവശ്യം ഇങ്ങനെ ഓർമ്മ വന്നത്.